എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ കൃഷ്ണഭക്തരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 4 വരി മന്ത്രം ദിവസേന ജപിച്ചോളൂ. രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണോ നിങ്ങൾക്ക് സൗകര്യം ആ സമയത്ത് ജപിച്ചോളൂ. നിങ്ങളുടെ വിഷമങ്ങളാവട്ടെ, എന്തെന്ത് സങ്കടങ്ങളാവട്ടെ, അതെല്ലാം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു നാമം ജപിച്ചോളൂ. ഭഗവാൻ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കി തരും. നമ്മുടെ ഉണ്ണിക്കണ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ഏത് രൂപത്തിലാണോ ഭഗവാനെ കാണുന്നത് ആ രൂപത്തിൽ ഭഗവാനെ ദർശിച്ചുകൊണ്ട് ഈ നാമം ജപിച്ചോളൂ. ഒരു പരിഹാരം ഉണ്ടാവാതിരിക്കില്ല. കാരണം നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ അദ്ദേഹം കേൾക്കുകയും അതിനൊക്കെയുള്ള മാർഗ്ഗം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാനെ നല്ലോണം വിചാരിച്ച് പ്രാർത്ഥിച്ചോളൂ. ഈ ഒരു കലിയുഗത്തിൽ ഭഗവാൻ കൃഷ്ണനെ പോലെ നമ്മെ സഹായിക്കുന്ന, നമ്മെ കേൾക്കുന്ന വേറൊരു ഈശ്വരൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭഗവാനോട് തന്നെ നമ്മുടെ കാര്യങ്ങൾ പറയുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ധാരാളമായിട്ട് ജപിക്കുക. അപ്പോൾ ജപിക്കേണ്ട മന്ത്രം ഇതാണ്: കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഭഗവാന്റെ ഈ നാമം ദിവസേന ജപിച്ച് പ്രാർത്ഥിച്ചോളൂ. എന്തൊരു ബുദ്ധിമുട്ടുകളാവട്ടെ, വിഷമങ്ങളാവട്ടെ, സങ്കടങ്ങളാവട്ടെ, എല്ലാം ഭഗവാൻ മാറ്റിത്തരും. നമ്മുടെ എന്ത് ക്ലേശങ്ങളും ഭഗവാൻ മാറ്റിത്തരും. ഭഗവാന്റെ ആ ഒരു ദിവ്യരൂപം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ നാമം ജപിക്കാനായിട്ട്. അല്ലേ, എങ്ങനെയാണോ നമ്മൾ ഉണ്ണിക്കണ്ണനെ കാണുന്നത്, ഏത് രൂപത്തിലാണോ നമ്മൾ കാണുന്നത് ആ രൂപത്തിൽ കണ്ടുകൊണ്ട് നമ്മൾ ജപിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നിരിക്കും. ഭഗവാന്റെ കഥകൾ അത്ര വിശേഷമാണല്ലോ. അത്ര വിശിഷ്ടമായിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നില്ലേ. അപ്പോൾ അനുഭവം ഉള്ള ധാരാളം ആളുകളുണ്ട്. ഭഗവാൻ അത്ഭുതം പോലെ വന്ന് ഓരോ കാര്യങ്ങൾ കാണിക്കുന്ന നിരവധി അനുഭവ കഥകൾ നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോരുത്തരുടെ സങ്കടങ്ങളും മാറാൻ ഭഗവാന്റെ അനുഗ്രഹം ഓരോരുത്തരുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.